SSLC ഹിന്ദി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഏവർക്കും സ്വാഗതം. ഏക് ദിൻ കാ അയോധ്യ സിംഗ് ഉപാധ്യായ എഴുതിയ കവിതയാണ് മേരി ദുനിയാ കെ തമാം ബച്ചെ. കവിത തന്നെയാണ് അദ്നാൻ കഫീർ ദർവേഷ് ആണ് എഴുതിയത്. സില ബേൻതി ലഡ്ക്യാം കവിത ഏകാന്ത് ശ്രീവാസ്തവ്. പൈദൽ ചൽത്താ ഹുവ ആദ്മി സ്വപ്നിൽ ശ്രീവാസ്തവ് എഴുതിയ കവിത. വൈറ്റാപ്പ് കഹാനിയാണ് ലോക് ബാബു എഴുതിയ കഥ. പരി ലഡ്കി കഹാനിയാണ് ലാറി ബി ഫ്രീഡ്മാൻ എഴുതിയത്. ഗിഡ്കി ലഘുകഥയാണ് അഞ്ജു ഗർബന്ത എഴുതിയ ലഘുകഥ. റൈൻ ബസേരെ മേ അമൃതലാൽ വേഗഡ് എഴുതിയ യാത്രാ വൃത്ത്. ദില്ലി മേ ഉനീന്ദെ ഗഗൻ ഗിൽ എഴുതിയ സംസ്മരൺ. ഗലീലിയോ ശുക്രാചാര്യ എഴുതിയ ലേഖനമാണ് ലേഖ്. പിന്നെ ഹൈക്കു പഠിക്കാനുണ്ട്. സുരംഗമ യാദവ് എഴുതിയത്. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ എഴുതിയ ഹൈക്കു. കമല നിഗുർപ്പ എഴുതിയ ഹൈക്കു. അതുപോലെ ദോഹ കബീർദാസ് റഹീമിൻ്റെ ദോഹയുണ്ട്. അതുപോലെ തുളസിദാസിൻ്റെ ദോഹയും പഠിക്കാനുണ്ട്. സമാനാർത്ഥ പദങ്ങൾ നോക്കാം. समानार्थी शब्द निरीह बेचारा, तजुर्बा परीक्षण, धावा बोलना हमला करना, शानदार सुंदर देर समय, शक्ल रूप फ़र्क अंदर, बुनबुनाना गुस्सा होना, ससा दंड मेहमान अतिथि, मौका अवसर, तजुर्बा परीक्षण. इसरार करना आग्रह करना, तय करना निश्चय करना, गायब होना अप्रत्यक्ष होना, नब्ज नस भोर प्रभात, धमकाना डराना, इशारा करना संकेत करना. आपा अहंकार, सज्जन साधु, सुभाई स्वभाव, दोथा सारहीन गही ग्रहण, तन शरीर, शीतल शीतल. पहचान कर लिखें कि कौन सा क्रम सही है. ഇത് നമുക്കിവിടെ താഴെ എന്താണ് ക്രമം തന്നിട്ടുണ്ടാവും. ഇപ്പം ഒന്നാണെങ്കിൽ ഒന്നും രണ്ടും രണ്ടും നാലും ഇങ്ങനെ ക്രമം തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഏതാണ് ശരിയായ രൂപത്തെ ആദ്യം നമുക്ക് നോക്കിയത് എങ്ങനെ ക്രമത്തെ എഴുതേണ്ടതെന്ന്. പാഗൽ ആദ്മി वो जरूर बकने लगा. छोटों को अंग्रेजी मालूम नहीं था. अमृतलाल വേഗഡ് ശിക്ഷക था. ഇതെങ്ങനെ പൂരിപ്പിക്കാം, ഇതെങ്ങനെ പൂർത്തീകരിക്കാൻ നോക്കൂ. രാജാറാംകോ പുരാനോ ഓട്ടോ ലേ ദിയ. ആരാണ് ദയാലു അമീർ ആദ്മി. റേഡിയോ के लिए प्रोग्राम बना रही है. ആരാണ് ലേഖിക. पहले गांव के खेतों में मजदूरी करता था राजाराम. हार्वर्ड के दिनों में लेखिका का साथी रहा सैंडी. बचपन से ही बाप अंधा हो गया राजाराम. साक्षात्कार की रिकॉर्डिंग कर रहा है सैंडी. चांदनी चौक में रिक्शा चलाता है രാജാറാം. ഇങ്ങനെ നന്നായിട്ട് ചേരുപടി എടുക്കാൻ നമ്മൾ പരിശീലിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, നന്നായി മനസ്സിലാക്കുക. ഹർമനെ കുറിച്ച് ചോദിച്ചാൽ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഹർമൻ പരി ലഡ്കി കഹാനി കാ മുഖ്യ പാത്ര ഹെ. ഹർമൻ ആ മാലാക പെൺകുട്ടി അല്ലെ പരി ലഡ്കി കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഹർമൻ. വോ 11 സാൽ കാ ലഡ്കാ ഹെ. അവൻ 11 വയസ്സുള്ള കുട്ടിയാണ്, ബാലനാണ്, ആൺകുട്ടിയാണ്. ഉസെ അപ്പനി മാസെ ബിച്ചുടുക്കർ. അവന് സ്വന്തം അമ്മയിൽ നിന്ന് വേർപെട്ട് കൈദി ജീവൻ ജീനാപ്പട. കൈദി ജീവൻ തടവിൽ കഴിയേണ്ടി വന്നു. वो भय और बेचैनी से रहता. वह भय और बेचैनी से ഭയവും ആശങ്കയും ഭയവും ആശങ്കയും നിറഞ്ഞ അവസ്ഥയിലാണ് അവൻ കഴിയുന്നത്. ഉസേ സദാ അപ്പനി മാക്കി യാദ് ആത്തിരത്തെ. അവന് സദാ എപ്പോഴും എന്താണ് സ്വന്തം അമ്മയെക്കുറിച്ച് ഓർമ്മ വന്നുകൊണ്ടേയിരിക്കുന്നു. അമ്മയെ ഓർത്തുകൊണ്ടേ ഇരിക്കുന്നു. ഫിർ ബി വോ ഉമ്മീദ് നഹീ ചോർത്ത. എങ്കിലും എന്താണ് അവൻ പ്രത്യാശ വിട്ടുകൊടുക്കും. ഉമ്മീദ് നഹീ ചോർത്ത പ്രത്യാശ എന്താണ് ഉപേക്ഷിക്കുന്നില്ല, വിട്ടുകൊടുക്കുന്നില്ല. ജീവിക്കാനുള്ള ആഗ്രഹം അവർ ജീനയ്ക്ക് ഇച്ഛായ ബനായ രക്ത. ജീവിക്കാനുള്ള ആഗ്രഹം അവൻ നിലനിർത്തുന്നു.
പരി ലड़की ദയാലുത, ആ മാലാഖ പെൺകുട്ടിയുടെ ദയ അല്ലെങ്കിൽ കാരുണ്യം, ദയാലുത, കരുണ. ഉസേ സഹാര ഓർ സാഹസ് ദേഗ, അവനെന്ത് ചെയ്യുന്നു, അവന് ആശ്രയവും ധൈര്യവും നൽകുന്നു. ഹർമൻ കാ ചരിത്ര, ഹർമൻ എന്താണ്, ഹർമൻ കാ ചരിത്ര, ഹർമൻ്റെ ആ സ്വഭാവം. ഹമേ ഹിമ്മത്ത് ഓർ ഉമ്മീദ് കി താകത്ത് സിഖാത്താ ഹെ. ഹർമൻ കാ ചരിത്ര അല്ലേ, ഹർമൻ നമ്മെ എന്താ പഠിപ്പിക്കുന്നത്, ധൈര്യത്തിൻ്റെ. ഹിമ്മത്ത് ഓർ ഉമ്മീദ്, ഹർമൻ നമ്മെ ധൈര്യത്തിൻ്റെയും പ്രത്യാശ അല്ലേ, പ്രത്യാശ, ഉമ്മീദ് പ്രതീക്ഷ, പ്രത്യാശയുടെയും, താകത്ത്, താകത്ത് മാനെ ശക്തി, ശക്തിയാണ് നമ്മെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനെയാണ് എഴുതേണ്ടത്. യുദ്ധവിനാശകാരി, യുദ്ധക്ക് റോക്കോ, ഈ സന്ദേശവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് മെസ്സേജാണ് എഴുതേണ്ടത്, സന്ദേശമാണ്, സന്ദേശവാക്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. നോക്കൂ, യുദ്ധ വിനാശകാരി ഹെ, സഹജീവിയോं से प्यार करो, सारी दुनिया एक ही परिवार, सारे मनुष्य भाई बहन, फिर युद्ध क्यों, युद्ध को रोको, दुनिया में शांति फैलावो, सारे संसार उन्नति पाए. ഇപ്രകാരമാണ് എഴുതേണ്ടത്. ഒക്ടോബർ 1 അന്താരാഷ്ട്രീയ വൃദ്ധജന ദിവസം, വൃദ്ധജനവുമായി ബന്ധപ്പെട്ട് വൃദ്ധജന ദിവസവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ചോദിച്ചാൽ ഇപ്രകാരം എഴുതണം. अक्टूबर 1 अंतर्राष्ट्रीय वृद्धजन दिवस, सम्मान करें बुजुर्गों का, सेवा करें बुजुर्गों का, आज के जवान कल का बुजुर्ग हैं, याद रहे सदा. इप्रकार घर बेघर जिसका कोई घर न हो, फिक्र बेफिक्र जिसकी कोई फिक्र न हो, काम बेकाम जिसका कोई काम न हो, नाम बेनाम जिसका कोई नाम न हो, होश बेहोश जिसका कोई होश न हो, शर्म बेशर्म जिसकी कोई शर्म न हो, हिसाब बेहिसाब जिसका कोई हिसाब न हो. दोहे में अहंकार का समानार्थी शब्द कौन सा है, आपा. दोहे में स्वभाव का समानार्थी शब्द कौन सा है, സുഭായ്. പരിലടക്കി കഥയിലെ പ്രധാന കഥാപാത്രമാണ് റോമ. परी लड़की दया साहस और मानवता का प्रतीक है. ആ പരി ലड़की ദയ, ധൈര്യം, അതുപോലെ മനുഷ്യത്വം എന്നിവയുടെ പ്രതീകമാണ്. अपने जान जोखिम में डालकर हरमन को रोज सेब देती है. സ്വന്തം ജീവൻ അപകടത്തിലാക്കി അവൾ ഹർമന് ദിവസേന ആപ്പിൾ നൽകുന്നു, കൊടുക്കുന്നു. युद्ध के अमानवीयता के बीच वो करुणा और आशा का प्रकाश बनकर सामने आती है. യുദ്ധത്തിൻ്റെ അമാനുഷികതയുടെ അല്ലെ മനുഷ്യത്വമില്ലായ്മയുടെ ഇടയിൽ അവൾ എന്ത് ചെയ്യുന്നു, അവൾ കരുണയുടെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പ്രകാശമായി മുന്നിലെത്തുന്നു. സഹി മിലാൻ കരെ, ഇങ്ങനെ ചോദ്യം വരാറുണ്ട്, മിലാൻ കരെ യാ സഹി മിലാൻ കരെ. രംഗീൻ ചിടിയാം, ഗുലാബി രോഷ്നി, ചോഞ്ച് മാർന, പീലി ധൂപ്. ഇതിനനുയോജ്യമായ വാക്കുകൾ ഇവിടെ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതണം. അത് നാം ആദ്യം ചെയ്യേണ്ടത് ഇതാ, ഈ ഭാഗത്ത് എഴുതി വെക്കണം. ഇടതുവശത്തെ കോളത്തിലുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക. അതിന് അനുയോജ്യമായതാണ് വലതുവശം എഴുതേണ്ടത്. അതിന് രംഗീൻ ചിടിയാം, സിലാ ബീൻതി ലടുക്കിയാം. നോക്കൂ, ഇതാ സിലാ ബീൻതി ലടുക്കിയാം എന്ന് ഇവിടെ എഴുതണം. ഗുലാബി രോഷ്നി ഫൈൽത്തി പ്രസന്നത, ചോഞ്ച് മാർന, ഖാനേക്ക് തലാഷ്, പീലി ധൂപ്, ജിന്ദഗി കാ തീഖാപ്പൻ. ഇപ്രകാരമാണ് എഴുതേണ്ടത്. സിലാ ബീൻതി ലടുക്കിയാം, ഫൈൽത്തി പ്രസന്നത, ഖാനേക്ക് തലാഷ്, ജിന്ദഗി കാ തീഖാപ്പൻ. കേശവിനെ കുറിച്ചിട്ട് ഷോർട്ട് നോട്ട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ടിപ്പണി ചോദിച്ചാൽ, അല്ലെങ്കിൽ ചരിത്രഗത വിശേഷതാവും കെ ബാരെ മേ ലിഖേം ചോദിച്ചാൽ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ എഴുതേണ്ടത് ഹെഡിങ് എഴുതണം. ഇവിടെ കേശവ് എന്ന് എഴുതുക. ലോക് ബാബു കി കഹാനി വൈറ്റ് ക്യാപ് കാ മുഖ്യ പാത്ര ഹെ കേശവ്. നമുക്കറിയാം ലോക് ബാബു എഴുതിയ കഥയാണ് വൈറ്റ് ക്യാപ്പ്. അപ്പോൾ ലോക് ബാബുവിൻ്റെ കഥയായ വൈറ്റ് ക്യാപ്പിലെ പ്രധാന കഥാപാത്രമാണ് കേശവ്. ഓ ഏക് മസ്ദൂർ കാ ബേട്ട ഹെ വഹ്. ഇവിടെ കേശവ് ഓ ഏക് മസ്ദൂർ കാ ബേട്ട ഹെ, എന്താണ്, അവനൊരു തൊഴിലാളിയുടെ മകനാണ്. വോ ക്രിക്കറ്റ് ഖേൽന പസന്ത് കർത്താ ഥാ. നമുക്ക് എല്ലാ കളി ഇഷ്ടമാണെന്നല്ലോ അല്ലേ, അവർക്ക് ഫുട്ബോളായിരിക്കും. അവന് ക്രിക്കറ്റ് കളിക്കാൻ വളരെ ഇഷ്ടമാണല്ലേ. ഷഹരി ബച്ച് ഉസെ ടീം മേ ന ലേത്തെ. ഷഹരി ബച്ച് ഉസെ ടീം മേ ന ലേത്തെ ഫിർ ഭി വോ ദൂർ ജാതി ഗേന്ദ് കോ ലേക്കർ ആത്താ ഥാ. അവനെന്താണ്, അവനെ ഈ ടൗണിലെ കുട്ടികൾ, ഈ നഗരത്തിലെ കുട്ടികൾ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എങ്കിലും ഫിർ വോ ദൂർ ജാതി ഗേന്ദ് കോ, അവൻ
ദൂരെ പോയ ബോള് അല്ലെ പന്ത് എടുത്ത് കൊണ്ടുവരുമായിരുന്നു. ലേക്കർ ആത്താ ഥാ അപ്പനെ ജാൻ കി പർവാഹ കിയേ ബിന, സ്വന്തം ജീവനെക്കുറിച്ച് പരിഗണിക്കാതെ, സ്വന്തം ജീവനെക്കുറിച്ച് ഓർക്കാതെ ഇവിടെ വഹ് കേശവ് എന്താണ് എവിടെയും പോയിട്ട് കഹീം ജാക്കർ എവിടെയും പോയിട്ട് എന്താണ് എവിടെ പോയ ബോളായാലും വേണ്ടില്ല ഗേന്ദക്കോ ലേക്കറാത്താത ആ പന്ത് ആ ബോൾ ആ ക്രിക്കറ്റ് ബോൾ അവനെടുത്ത് കൊണ്ടുവരുമായിരുന്നു. ഇവിടെ നമുക്ക് കേശവയ്ക്ക് ഈമാൻദാരി, ആ കേശവൻ്റെ ആ സത്യസന്ധത, ആ വിശ്വാസ്യത എന്താണ് പെഹച്ചാൻ കാ തിരിച്ചറിഞ്ഞ് ഷഹരി ലड़के उसे टीम में खेलने का अवसर देने का वादा करते हैं. ആ ടൗണിലെ ആ ക്രിക്കറ്റ് കളിക്കുന്ന ആ ടൗണിലെ ആ നഗരത്തിലെ കുട്ടികൾ എന്താണ് അവനെ ടീമിൽ കളിക്കാൻ അവസരം അല്ലേ അവസരം ദേനേക്ക അവസരം നൽകാമെന്ന് വാഗ്ദാനം നൽകുന്നു അല്ലേ വാക്ക് കൊടുക്കുന്നു. വേ കേശവക്ക് അപ്പന മിത്ര ബനാത്തെ, അവരെന്താണ് ഈ ഷഹരി ബച്ചെ എന്താണ് ഈ ടൗണിലെ കുട്ടികളെല്ലാം വേ കേശവക്ക് അപ്പന മിത്ര ബനാത്തെ ഹെ, കേശവൻ എന്തെന്നു സ്വന്തം സുഹൃത്താക്കുന്നു, സ്വന്തം കൂട്ടുകാരനാക്കുന്നു. ഈ ബാത്സുണ്ട് ഈ കാര്യം കേട്ടിട്ട് എന്താണ് ഇവിടെ കേശവ് വളരെ എന്ത് ചെയ്യും സന്തോഷിക്കുന്നു, അവൻ സന്തോഷിക്കുന്നു. ഇങ്ങനെയാണ് എഴുതേണ്ടത്. राजा राम लेखिका के घर गया, उस दिन की राजा राम की डायरी लिखे. ഇങ്ങനൊരു ചോദ്യം വന്നാൽ എങ്ങനെയാണ് ഡയറി എഴുതണമെന്ന് നോക്കാം. നമുക്കറിയാം ഡയറി എഴുതുമ്പോൾ ആദ്യം നമുക്ക് താരീഖ് ഡേറ്റ് എഴുതണം, താരീഖ് തിഥി എന്ന് എഴുതാം, ദിനാങ്ക് എന്നൊക്കെ എഴുതാം. താരീഖ് आज मैं उस मैडम के घर गया जिनसे कल ऑटो में मिला था. उनका घर बहुत साफ और बड़ा था. उन्होंने मुझसे प्यार से बातें की. मैंने उन्हें अपने जीवन की बातें बताई. उन्होंने मेरी बातें ध्यान से सुनी. उन्होंने मुझे चाय भी दी. आज मुझे बहुत अच्छा लगा कि किसी ने मेरी कहानी सुनी. നമുക്കറിയാം ഒന്നാമത്തെ പാഠമായ ഖിഡ്കി ലഘുകഥ, അത് യുവതിയുടെ ഡയറിയാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ എഴുതണം? നമുക്കറിയാം ഡയറി എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് താരീഖ് എഴുതണം. താരീഖ് ആജ് കാ ദിൻ ഭൂൽ നഹി സക്തി. ഇവിടെ ഭൂൽ നഹി സക്തി എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ എഴുതുന്നത് യുവതിയാണ്. ഇവിടെ പുല്ലിംഗമാണ്, പുരുഷനാണ് എഴുതുന്നതെങ്കിൽ, ആണുങ്ങളാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ ഭൂൽ നഹി സക്താന്ന് എഴുതണം. സാമാൻ ബേച്ചനെ ഗയി ट्रेन पर एक परिवार से मिला. वे होशियारपुर जाने वाले थे. दीदी को शाल बेच दी. उसने बहुत तोल मोल की. 150 रुपये में दी 5 शाल. सभी कम पैसे में खरीदना चाहती है. मेरा दर्द कौन समझता है. बहुत दुखी हूँ. ഇനി സങ്കോഷ്ഠിയുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ ഇപ്രകാരമാണ് എഴുതേണ്ടത്. വളരെയധികം ശ്രദ്ധിക്കണം. സങ്കോഷ്ഠി ഇവിടെ എങ്ങനെ എഴുതണം നന്നായി നോക്കുക. ഇവിടെ സർക്കാർ ഹൈസ്കൂൾ മുംബൈ, അപ്പോൾ നമ്മുടെ ശാസ്ത്ര പ്രദർശനം ഗലീലോ ദേവസ്ഥയിലുള്ള ഒരു ശാസ്ത്ര പ്രദർശനമാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ പോസ്റ്റർ വരിക്കാപ്പുമായി ബന്ധപ്പെട്ട നാടകം, അതിൻ്റെ നാടകത്തിൻ്റെ ഒരു പോസ്റ്ററാണ്, നാടകാവിഷ്കാരമാണ്, അതിൻ്റെ പോസ്റ്ററാണ്. പോസ്റ്റർ ഇപ്രകാരമാണ് എഴുതേണ്ടത്. सही वाक्य कौन सा है. मुझे इसकी तलाशी लेना होगा. मुझे इसकी तलाशी लेनी होगी. मुझे इसकी तलाशी लेनी होगी എന്നാണ് ശരിയായി. ഈ രണ്ടാമത്തെ സെൻറ്റൻസാണ് ശരിയായ രൂപം, അതാണ് എഴുതേണ്ടത്. ഇവിടെ ശരിയായ രൂപം നോക്കൂ ക്രമത്തിൽ. ഹർമൻ कैदी शिविर में बंदी हो जाता है. हरमन माँ से अलग होता है. परी लड़की से हरमन को मदद मिलती है. युद्ध समाप्त हो जाता है. हरमन कैदी शिविर में बंदी हो जाता है. हरमन माँ से अलग होता है. परी लड़की से हरमन को मदद मिलती है. युद्ध समाप्त हो जाता है. युवा बनने के बाद हरमन जीने के लिए अमेरिका चला जाता है. युवा बनने के बाद हरमन जीने के लिए अमेरिका चला जाता है. सही मिलान नोकू. धावा बोलना, हमला करना. धावा बोलना, हमला करना, महसूस करना, अनुभव करना, नफरत, घृणा, उलट-पलट, परिवर्तन. पहचान कर लिखें कि कौन सा क्रम सही है. होशियारपुर से शादी का बुलावा आया. അപ്പോൾ കായും
ഈ കായും ഈ ധായും ഇതാണ് ഇതിവിടെ വരുന്നത്. അല്ലെങ്കിൽ കാ ധ അത് പറയാം. സർദി ദസ്തക് ദേന, സർദി കാ ആരംഭ് ഹോന, സർദി കാ ആരംഭ് ഹോന. നോക്കൂ, അപ്പോൾ ഏതൊക്കെയാണ് ഇത്? ഈ കാ ധ ഘ ധ ഇത് വന്നു. ഇനി പെഹലെ ഭീവി ബച്ചേനെ ജനറൽ കോച്ച് മേ ജാനെ സെ നാരാസ് ഹുയെ. അപ്പോൾ ഇതൊക്കെ ഗ ഘ ധ. അപ്പോൾ ഈ 3 രൂപം അതിൽ എഴുതാവുന്നതാണ്. ഇനി നോക്കിയ സഹി വികല്പ കോൺസാ? സാഹബ്, അമീർ, ഭാട്, പ്രളയ്, ഫുഹാർ, ചോട്ടി, ബൂന്ദ്. അപ്പോൾ നോക്കി ഏത് രൂപം? ച ധ ഇതാ, ച ധ, ഛ ത ഇതാ, ഛ ത, ജ ഫുഹാർ, ധ ചോട്ടി ബൂന്ദ്. സഹി മിലാൻ കരെ. ഭാട് പ്രളയ എന്ന് എഴുതണം. വൃദ്ധ, ബൂഢ, സദാ, ഹമേശ, നഗർ, നഗരി, പിത, ബാപ്പ്, ഹിം, ബർഫ്. ഇനി ഒരു മാതൃക നോക്കൂ. ഇത് ഡയറിയുടെ ഒരു മാതൃകയാണ്. ഇനി വിശേഷണ ശബ്ദം നോക്കാം. ഡൂബ്ത സൂരജ്. ഇവർ ഡൂബ്ത സൂരജ്, ഡൂബ്ത എന്നാണ് വിശേഷൻ. ഗലത് കദം, ഇതിൽ ഗലത് ആണ് വിശേഷൻ. പത്തല ശരീർ, ഇതിൽ പത്തല എന്നാണ് വിശേഷൻ. ഗ്രാമത്തിലെത്തിയ കേശവ് എഴുതുന്ന ഡയറി നമുക്ക് നോക്കിയാലോ. गांव पहुंचने के बाद केशव अपना अनुभव डायरी में लिखता है. वो डायरी कल्पना करके लिखें. അതായത് ഗ്രാമത്തെത്തിയതിനു ശേഷം കേശവ് തൻ്റെ അനുഭവങ്ങൾ ഡയറിയിൽ എഴുതുന്നു. ആ ഡയറി നമ്മളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ കേശവ് എഴുതുന്ന ഡയറി ആണ് എഴുതേണ്ടത്. പക്ഷെ അവിടെ ഡയറി എഴുതുമ്പോൾ ഇപ്പോൾ എന്താണ്, അവിടെ ആരാണോ എഴുതുന്നത് ആ കഥാപാത്രം നമ്മളാകും. അങ്ങനെയാണ് എഴുതാൻ. അപ്പം മേം എന്നാണ്ടാവും, അവിടെ പേരുണ്ടാവാൻ പാടില്ല. ഞാൻ, എൻ്റെ, എനിക്ക്, അങ്ങനെയുള്ള ആ രൂപത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. അവിടെ ഡയറി എഴുതുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, ആദ്യം താരീഖ് എഴുതണം. താരീഖ് എഴുതിയിരിക്കണം. പിന്നെ മേ അബ് ദൗഡ് നഹി സക്ത, ഇവിടെ സക്ത കേശവാണ്, അതുകൊണ്ട് മേ പുല്ലിംഗമുണ്ട്. സക്ത ഇവിടെ പെൺകുട്ടിയാണെങ്കിൽ സക്തി എന്ന് എഴുതണം, അത് നിങ്ങൾക്കറിയാം. മേ അബ് ദൗഡ് നഹി സക്ത, ചൽ ബി നഹി, നടക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഓടാനും കഴിയില്ല. ജബ് ഠീക് ഹോ ജായേഗ തബ് മേ ഗേന്ദ് ഓർ ബല്ല ലേക്കർ ക്രിക്കറ്റ് ഖേൽനെ ചലൂങ്ക. എല്ലാം ശരിയായ സുഖമായാൽ എന്താണ്, തബ് എപ്പോഴാണ് എനിക്ക് സുഖമാവുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഗേന്ദ് ഓർ ബല്ല ലേക്കർ, ബോളും ബാറ്റും എടുത്തിട്ട് എന്താണ് ക്രിക്കറ്റ് കളിക്കാൻ ഞാൻ പോകും. ക്രിക്കറ്റ് ഖേൽനാമേ കിത്തന ചാഹ, ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ അത്രമാത്രം ഞാൻ ആഗ്രഹിച്ചു. 6 മഹീനയ്ക്ക് ബാദ്, 6 മാസത്തിന് ശേഷം എല്ലാം ശരിയാകും. ഫിർ മേ ഖേൽ സക്ത, എനിക്ക് എന്താണ്, എനിക്ക് കളിക്കാൻ സാധിക്കും. യഹി മേരി ആശ, ഇതാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെയാണ് ഈ ഡയറി എഴുതേണ്ടത്. ഹർമൻ ജയിലിൽ നിന്ന് എഴുതിയ ഡയറി നോക്കൂ. ഹർമൻ ഡയറി എഴുതുമ്പോൾ നമുക്കറിയാം ഇവിടെ താരീഖ് എഴുതണം. ആജ് കാ ദിൻ മൈ ഭൂൽ നഹി സക്ത, कैदी शिविर में इतनी यातनाएं, पानी जैसा सूप, घर में माँ कितना स्वादिष्ट भोजन बनाती थी. माँ बाप घर कुत्ता सब यादों में आ रहे हैं. पिछले दिन यहाँ सैकड़ों लोगों के बीच में मैं दबा हुआ था. शेल्फ पर ठीक तरह से लेटने के लिए थोड़ी भी जगह नहीं है. घर की छोटी छोटी चीज़ें याद आती हैं. तकिया, शौचालय, मेरा टूथब्रश, सब कितना मूल्यवान महसूस होता है. अब मेरी माँ, मैं कब माँ से मिलूँ. मैं हमेशा माँ का इंतज़ार कर रहा हूँ. माँ कब आओगी. कुछ नहीं जानता मैं, कुछ नहीं जानता. ഇവിടെ കേശവ് തിരിച്ചു വന്നതിന് ശേഷം, അതായത് സ്വന്തം നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ടീമിൻ്റെ കപ്താൻ അവൻ എഴുതിയ കത്ത്, അല്ലെങ്കിൽ ടീമിൻ്റെ കപ്താൻ കേശവൻ എഴുതിയ കത്ത് ഒന്ന് നോക്കാം. ആ കത്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കത്ത് എഴുതുമ്പോൾ ഇവിടെ സ്ഥാൻ താരീഖ് എഴുതണം. പ്രിയ കേശവ്, कैसे हो. आशा करता हूँ कि तुम कुशल रहे. तुम्हारा हाथ पैर ठीक हो गया. ईश्वर से हमेशा प्रार्थना करता हूँ कि तुम जल्दी ठीक हो जाए. तुम जल्दी वापस आना. हमारी टीम में खेलना. बिना तुम्हारे हमारा खेल अधूरा हो जाता है. घर में सबको मेरा प्रणाम. हो सकते तो जवाब लिखना. तुम्हारा
മിത്ര, ഹസ്താക്ഷർ, നാം, സേവാമേ, നാം, പത്ത. ഇങ്ങനെയാണ് ഒരു കത്തിൻ്റെ ഫോർമാറ്റ്. ഇങ്ങനെയാണ്. ഇത് കേശവിൻ്റെ പേരിൽ ആ ടീമിലെ ടീമിൻ്റെ ക്യാപ്റ്റൻ എഴുതിയ കത്താണ്. ഇനി കേശവൻ ആര് എഴുതിയാലും ഇങ്ങനെയാണ് ആ കത്ത് എഴുതേണ്ടത്. ഇവിടെ ഒരു വാർത്താലാപാണ്. കേശവും തൻ്റെ അച്ഛനും തമ്മിലുള്ള, ദാദാജി മുത്തച്ഛനും തമ്മിലുള്ള സംഭാഷണമാണ്. കേശവ്: दादाजी मैं आपसे कुछ कहना चाहता हूँ. दादाजी: हाँ कहो बेटा. കേശവ്: മുझे शहर जाना. അതായത് പരീക്ഷയ്ക്ക് ശേഷം, പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഇവനെന്താണ്, കേശവ് ടൗണിൽ പോകാൻ ആഗ്രഹിക്കുന്നു, അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഉള്ള ഈ സംഭാഷണമാണ്. അപ്പോൾ दादाजी मैं आपसे कुछ कहना चाहता हूँ. दादाजी: हाँ कहो बेटा मुझे शहर जाना है. दादाजी: क्यों? कैसे? मेरी परीक्षा समाप्त हो चुकी है और मैं अपने माता पिता से मिलना चाहता हूँ. दादाजी: वो अगले महीने आएंगे. कैसे? नहीं, आप मुझे उनके पास ले चले. दादाजी: वे अगले महीने गांव आने वाले हैं. कैसे? नहीं, दादाजी आप मुझे कल ही वहाँ ले जाएं. दादाजी: ठीक है, कल हम जाएंगे. धान कटाई के बाद खाली खेतों में वे रंगीन चिड़ियों की तरह उतरती हैं. एक खेत से दूसरे खेत में उड़ती फिरती हैं. विशेषण शब्द चुनकर लिखें. रंगीन. समान आशय वाली पंक्तियां चुनकर लिखें. लड़कियां पक्षियों की तरह खाली खेतों में आती है. खाली खेतों में वे रंगीन चिड़ियों की तरह उतरती है. दिन के कंधे चुगना, शाम होना. ഇവിടെ ഒരു പടുകഥയുടെ പടുകഥ എഴുതുമ്പോൾ ഇപ്രകാരമാണ് ആദ്യം എഴുതേണ്ടത്. ദൃശ്യ, സീൻ, സ്ഥാൻ, സമയ, പാത്ര, ഉമ്ര, വേഷഭൂഷ. ഇവിടെയാണ് സംഭാഷണം എഴുതേണ്ടത്. സഹി വികൽപ്പ് ചുൻകർ ലിഖേം. मैं प्लस कौन मुझे. मैं प्लस को मुझे. ഇവിടെ ചമക്ദാർ സടക് पर कार चल रही है. നമുക്കറിയാം पैदल चलता हुआ आदमी എന്ന പദ്യത്തിൽ റോഡിൽ തിളങ്ങുന്ന റോഡിലൂടെ കാറുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ पैदल चलता हुआ आदमी ताकतवर है. ഒന്നാമത്തതും മൂന്നാമത്തതുമാണ് ശരിയായ ക്രമം. അടുത്തത് സജീവ് വൈദ്യഗുരു തീനി ജോ പ്രിയ ബോലി ഹി ബൈ ആസ് രാജധർമ്മ തന്നെ തീനി കർ ഹോയി ബേഗ് ഹി നാസ്. ये किसका दोहा है? ഇത് നമുക്കറിയാം തുളസിദാസിൻ്റെ ദോഹയാണ്. शिक्ष शब्द का समान पद क्या है? गुरु. पहचान लिखें कि कौन सा क्रम सही है? वैद्य, चिकित्सक, आस, आशा. ഇവിടെ സാധു ऐसा चाहिए जैसा सूप सुभाई, सार सार को गहिर है धोता देई उड़ाई. ഈ ദോഹ നമുക്കറിയാം. ये किसका दोहा है? कबीर दास का. सुभाई स्वभाव. कबीर ने सज्जन की तुलना किससे की है? सूप. सूप कैसे चीज़ों को उड़ा देता है? कचरा. മേരി ദുനിയാകെ തമാം ബച്ചെ എന്ന കവിതയിലെ വരികളാണ് ഇവിടെ പറഞ്ഞെടുക്കുന്ന നോക്കാം. समान आशय वाली पंक्तियां चुनकर लिखें. बच्चे प्रकृति की हर चीज़ को परख लेंगे और उन्हें और सुंदर बनाने की कोशिश करेंगे. അപ്പോൾ ഈ ലൈനിൽ എഴുതേണ്ട വരികൾ जब वो हर चीज़ उलट पुलट देंगे उसे और सुंदर बनाने के लिए. അടുത്തത് സങ്കോഷ്ഠി സെമിനാറുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ്. അത് ഇപ്രകാരമാണ് എഴുതേണ്ടത്. അടുത്ത പോസ്റ്റർ നമ്മുടെ ഗലീലിയോ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ശാസ്ത്ര പ്രദർശനവുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ്. അടുത്തത് വൈറ്റ് ക്യാപ്പ് നാടകത്തിൻ്റെ പോസ്റ്ററാണ്. ഞങ്ങൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ പോസ്റ്ററാണ്. സഹി വാക്യ कौन सा? मुझे इसकी तलाशी लेनी होगी. मुझे इसकी तलाशी लेनी होगी. हरमन कैदी शिविर में बंदी हो जाता है. हरमन माँ से अलग होता है. परी लड़की से हरमन को मदद मिलती है. युद्ध समाप्त हो जाता है. युवा बनने के बाद हरमन जीने के लिए अमेरिका चला जाता है. अर्ध सही मिलान करे. धावा, बोलना, हमला करना, महसूस करना, अनुभव करना, नफरत, घृणा, उलट पुलट, परिवर्तन. पहचान कर लिखेंगे कौन सा क्रम सही है. होशियारपुर से शादी का बुलावा आया. सर्दी दस्तक देना, सर्दी का आरंभ होना,
पहले बीवी बच्चों ने जनरल कोच में जाने से नाराज हुए। सही विकल्प कौन सा? साहब, अमीर, भाड़, प्रलय, फुहार, छोटी बूंद। सही मिलान करें। भाड़, प्रलय, वृद्ध, बूढ़ा, सदा, हमेशा, नगर, नगरी, पिता, बाप, हिम, बर्फ। ഡയറി എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആദ്യം ആരംഭിക്കേണ്ടത് ഇപ്രകാരമായിരിക്കണം. അടുത്തത് ഡൂബ്ത സൂരജ്. ഇതിൽ വിശേഷപദം പദം ഡൂബ്ത. ഗലത് കദം, ഗലത്ത് വിശേഷം. പത്തല ശരീർ വിശേഷൻ പത്തല. ലഘു का प्रयोग നോക്കൂ. बच्चा हिंदी लिखने लगा, बच्चे हिंदी लिखने लगे, बच्ची हिंदी लिखने लगी, बच्चियां हिंदी लिखने लगी. ബച്ച പുല്ലിംഗം ഏകവചൻ ലഗ എന്നും. ഇവിടെ ഈ ലഘു വരുമ്പോൾ ഈ ക്രിയ എപ്പോഴും നേരൂപത്തിലുണ്ടാവും. ക്രിയയുടെ നായെ നേയാക്കണം. പിന്നെ കർത്താവ് പുല്ലിംഗം ഏകവചനമാകുമ്പോൾ ലഗ എന്നും ബഹുവചനമാകുമ്പോൾ ലഗ എന്നുമായിരിക്കും. സ്ത്രീലിംഗം ഏകവചൻ ലഗി എന്നും സ്ത്രീലിംഗ ബഹുവചൻ ലഗിയും എന്നും ആയിരിക്കും. യുവതി പത്നി को इसरार करने लगी, पागल आदमी ऊल जलूल बकने लगा, केशव लड़के का घेल देखने उधर आने लगा, लोग उसे गलीलियो हिसाबी कहने लगे. मुहावरा शैली നോക്കാം. जान जोखिम में डालना, साहस दिखाना, धोखा खाना, भ्रमित होना, वास्ता पढ़ना, व्यवहार का अवसर आना, ऊल जलूल बकना, व्यर्थ बातें करना, बेकार की बातें कहना, दम फूलना, सांस चढ़ना, गुत्थी सुलझना, समस्या का समाधान निकालना. नमूने के अनुसार वाक्य बदल कर लिखें. लड़का घेलता है, लड़का घेलेगा എന്നുണ്ട്. അപ്പോൾ ലड़कियां घेलती हैं, लड़कियां घेलेंगी എന്ന് എഴുതണം. ഇപ്രകാരം एक लड़की आती है, एक लड़की आएगी, एक लड़का घाता है, एक लड़का घाएगा എന്ന് എഴുതേണ്ടത്. एक लड़का घाएगा ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. വാക്യ വിസ്താരക്കരയും ചോദ്യം വരാറുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ നോക്കാം. മേരി ആँख में पड़ा, एक तिनका मेरी आँख में पड़ा, दूर से उड़ता हुआ एक तिनका मेरी आँख में पड़ा, अचानक दूर से उड़ता हुआ एक तिनका मेरी आँख में पड़ा, आमंत्रित किया, मुझे आमंत्रित किया, मुझे दावत पर आमंत्रित किया, एक दोस्त ने मुझे दावत पर आमंत्रित किया, पिताजी ने कहा, पिताजी ने खुश होकर कहा, पिताजी ने खुश होकर गलीलियो से कहा, तब पिताजी ने खुश होकर गलीलियो से कहा. गलीलियो ने दिया, गलीलियो ने सही जगह दिया, गलीलियो ने गणित का सही जगह दिया, गलीलियो ने विज्ञान में गणित का सही जगह दिया. मैं लिपट गया, मैं शरीर से लिपट गया, मैं पतले शरीर से लिपट गया, मैं अपनी माँ के पतले शरीर से लिपट गया. जानता था, मैं जानता था, मैं कुछ नहीं जानता था, मैं उसके बारे में कुछ नहीं जानता था. मुलाकात हो गई, आदमी से मुलाकात हो गई, एक दयालु आदमी से मुलाकात हो गई, एक दयालु अमीर आदमी से मुलाकात हो गई. भर गई, छवियाँ भर गई, दिमाग में छवियाँ भर गई, मेरे दिमाग में छवियाँ भर गई. सीट झपट ली, बच्चों ने सीट झपट ली, बच्चों ने खिड़की वाली सीट झपट ली, बच्चों ने झट खिड़की वाली सीट झपट ली. उसने दबाई, उसने उंगली दबाई, उसने हाथों की उंगली दबाई, उसने हाथों की एक एक उंगली दबाई. उम्मीद से भर दिया, मुझे उम्मीद से भर दिया, परी लड़की ने मुझे उम्मीद से भर दिया, मेरी परी लड़की ने मुझे उम्मीद से भर दिया. वाइट